ഞങ്ങൾ കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷന്റെ പ്രതിനിധികളാണ്. കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷന്റെ വനിതാ സമ്മേളനം ഈ മാർച്ച് മാസം 8 വനിതാ ദിനത്തിൽ തൃശ്ശൂർ കുറുപ്പം റോഡിലുള്ള ASN നമ്പീശൻ ഹാളിൽ വെച്ച് നടക്കുകയാണ്. അപ്പം ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. 2011 കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ രൂപീകരിച്ചത്. ആദ്യമായി ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ് ഓൾ കേരള ജില്ലാ സഹകരണ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ രൂപീകരിക്കുന്നത്. പിന്നീട് ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിൽ എത്തിയതോടുകൂടിയാണ് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ എന്ന പേരിൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് മാന്യമായ പെൻഷൻ കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. നേരത്തെ EPF പെൻഷനിലായിരുന്നു, EPF വിഭാഗത്തിലായിരുന്നു ഞങ്ങൾ. EPF-നേക്കാളും നല്ല പെൻഷനാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞാണ് 2010 ജില്ലാ സഹകരണ ബാങ്കുകളെയും കേരള സംസ്ഥാന സഹകരണ ബാങ്കിലെയും ജീവനക്കാരെ പെൻഷൻ പദ്ധതിയിൽ ചേർത്തത്. അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ 50% തരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പെൻഷൻ പദ്ധതി തുടങ്ങിയെങ്കിലും ഇതുവരെ ആ രീതിയിലുള്ള ഒരു വർക്കും മുന്നോട്ട് പോയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 40 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം അടയ്ക്കുന്നവർക്ക് പോലും 26,180 രൂപ മാത്രം കിട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്ന് പറഞ്ഞാൽ അടയ്ക്കുന്ന സംഖ്യയുടെ പലിശ പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നിരന്തരമായ സമരത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സമരം ചെയ്തത് 5%, ഇപ്പോൾ കിട്ടുന്ന പെൻഷനിൽ 5% വർധന. കേരള ബാങ്ക് പെൻഷൻ കേരള ബാങ്കിലൂടെ നടപ്പാക്കാമെന്നുള്ള ഒരു സർക്കാർ തീരുമാനവും മാത്രമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയത് 2016 കിട്ടിയ DA 5%, അത് 9% വരെ ആയിരുന്നു. പക്ഷെ ആ 9% ഗവൺമെന്റ് ഏകപക്ഷീയമായി നിർത്തൽ ചെയ്യുകയാണ്. അതിനെതിരായിട്ടുള്ള സമര പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ സമയത്താണ് വനിതകളുടെ കൺവെൻഷൻ തൃശ്ശൂർ വെച്ച് നടത്തുന്നത്. വനിതാ സമ്മേളനത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സാറാമ്മ, ഇതിന്റെ കൺവീനർ സാറാമ്മ റോക്സൻ പറയും. നമ്മുടെ കേരളത്തിലെ 14 ജില്ലാ ബാങ്കിലായിട്ട് ഏകദേശം 1000-ൽ കൂടുതൽ വനിതാ ജീവനക്കാരുണ്ട്. ഏകദേശം നമ്മൾ 2024 കണ്ണൂരിൽ വെച്ച കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനമാണ് കേരളത്തിലെ 14 ജില്ലാ ബാങ്കിലും വനിതാ വേദി രൂപീകരിക്കണം. അത് വനിതകളെ ഒന്നിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. ആദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിലാണ് നമ്മുടെ ജില്ലാ ബാങ്കിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ വനിതാ വേദി രൂപീകരിച്ചത്. അപ്പം ഈ വനിതാ വേദിയുടെ നമ്മുടെ ഇപ്പോൾ സാർവദേശീയ മഹിളാ ദിനം ആണ് മാർച്ച് 8. അപ്പം ആ ദിവസം തന്നെ ഇതിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ വെച്ച് നടത്തണമെന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും അതനുസരിച്ച് നമ്മുടെ ഈ മാർച്ച് 8 ഇവിടെ വനിതാ ദിനത്തിൻ്റെ അന്ന് തന്നെ നമ്മൾ സംസ്ഥാന സമ്മേളനം കേരള ബാങ്ക് അസോസിയേഷന്റെ പ്രഥമ വനിതാ സമ്മേളനം നമ്മൾ നടത്തുകയാണ്. അപ്പോൾ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും അതുപോലെ മഹിളാ ദിനത്തിൻ്റെ സന്ദേശം മുഖ്യ പ്രഭാഷണം നടത്തുന്നത് K. മല്ലിക എന്ന് പറയുന്നത് കേരള ബാങ്ക് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ ATCയുടെ വർക്കിംഗ് വുമൻസ് ഫോറത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ്. അപ്പം ഏകദേശം ജില്ലയിൽ നിന്ന് തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ ഏകദേശം 100-150 പേരും മറ്റു ജില്ലകളിൽ നിന്നൊക്കെ എല്ലാവരും കണക്ക് കൂട്ടി 150 പേര്, അങ്ങനെ 300-ൽ താഴെ വനിതകൾ അതിൽ പങ്കെടുക്കും. അപ്പം ഞങ്ങൾ എന്തുകൊണ്ട് ഈ സമ്മേളനം നല്ല നിലയിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കേരള ബാങ്കിന്റെ നമുക്ക് PR നമ്പീശന്റെ ഹോൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ പ്രഥമ സമ്മേളനം നമ്മൾ നല്ല നിലയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനം KBR വനിതാ വേദിയുടെ സംസ്ഥാന സമ്മേളനമാണല്ലോ നടക്കുന്നത്. അപ്പോൾ ആദ്യ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പ്രസക്തി കാണുകയാണ്. വനിതകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ വളരെ വലിയൊരു ശക്തിയാണ് ഞങ്ങളുടെ സംഘടന. കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷനിൽ വലിയൊരു ശക്തിയാണ് വനിതകൾ. ആ വനിതകളുടെ ഒരു കൂട്ടായ്മ നമ്മുടെ സമര പരിപാടികളിലൊക്കെ വൻ വിജയമായി
അവസാനിപ്പിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ട് അവർ നല്ലൊരു കൂട്ടായ്മ വളർത്തിയെടുക്കാനും വേണ്ടി ആണ് ഈ വനിതാ വേദി രൂപീകരിച്ചിട്ടുള്ളതും അതിന്റെ സമ്മേളനം തൃശ്ശൂരിൽ തന്നെ നടത്തുന്നു. തൃശ്ശൂരിൽ പല സമ്മേളനങ്ങളും നടത്തിയിട്ടുള്ളത് വൻ വിജയമായി അവസാനിച്ചിട്ടുള്ളതാണ്. നല്ല രീതിയിൽ ആ രീതി തന്നെ ഈ സമ്മേളനത്തിലും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഒരു സഹകരണം എല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രധാനപ്പെട്ടും അതിന് ശിഷ്യ നമ്മുടെ പത്ര മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. പെൻഷൻ കോർപ്പസിൽ അടയ്ക്കുന്നത് നമ്മുടെ ടോട്ടലിന്റെ 12% വെച്ചാണ് അടയ്ക്കുന്നത്. EPS നമ്മൾ അടച്ചിരുന്നത് 8.133% ആയിരുന്നു. അതായത് 8.1/3 അടച്ചുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള 4% സംഖ്യ നമ്മുടെ PF തന്നെയാണ് ക്രെഡിറ്റ് വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ പോയവർക്കൊക്കെ അവിടെ അത് മതി നോക്കിയത് കേസ് കൊടുത്തവർക്കൊക്കെ അവിടെ കിട്ടുന്നുണ്ട്, വലിയ പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങള് 50% പെൻഷൻ കിട്ടും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് നടപ്പിലാക്കി ഈ പദ്ധതിയിൽ ഇപ്പൊ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പൊ 5% വർധനവ് വന്നെന്ന് പറഞ്ഞു. ഈ 5% വർധനവ് കൂടി ചേർത്ത് 27,489 രൂപയാണ് ഒരാൾക്ക് പരമാവധി കിട്ടുക. ആ പരമാവധി കിട്ടുന്ന ഒരാളെ പറ്റി പറയുമ്പോൾ 42 ലക്ഷം രൂപ ഈ പറഞ്ഞ 12% വെച്ചുള്ള സർവീസ് കാലത്ത് അടച്ച സംഭവമുണ്ട്. അപ്പോ ഈ തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഷാജു ജോർജ് എന്ന് പറഞ്ഞ ആൾക്ക് 42 ലക്ഷം രൂപയാണ് അയാളുടെ അടച്ച വിഹിതം ആയി സ്വന്തം ഫണ്ടുള്ളത്. എന്നിട്ടും കിട്ടുന്ന 27,489 രൂപയാണ്. അല്ല 5% കിട്ടില്ല. PF ആയിരുന്നു, EPS ആയിരുന്നു. അത് നമ്മൾ മറ്റിലേക്ക് അടക്കണം. ആ പൈസ ആ സംഖ്യ പെൻഷൻ ഫണ്ടിലേക്ക്, പെൻഷൻ ബോർഡിലേക്ക് അടക്കണം. കോപ്പറേറ്റീവ് പെൻഷൻ ബോർഡിലേക്ക് വക മാറ്റുക ചെയ്യാം. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ എമൗണ്ട് കിട്ടും. ഈ 12% 8.33 അടച്ചിരുന്ന 12% മൈനസ് 8.33 അതാണ് പെൻഷൻ ഫണ്ടിലേക്ക് പോകണം. അല്ല, മറ്റൊരാൾ ചേർത്തടക്കണം. അവിടെ അടച്ചിട്ടുള്ള സംഖ്യയും ചേർത്തടക്കണം. ആ സംഖ്യയും ചേർത്ത് അടയ്ക്കുമ്പോൾ തന്നെയാണ് ഈ എമൗണ്ട് വരുന്നത്. അവിടെ EPS പെൻഷൻ നിന്ന് പോകും. 24 ലക്ഷം രൂപ പെൻഷൻ ഫണ്ടിലേക്ക് അടച്ച ആൾക്ക് 26,000 അടച്ച ആൾക്ക് പോലും മിക്കവാറും ഒക്കെ 30 ലക്ഷം 40 ലക്ഷം ഒക്കെ ആണ് ആൾക്കാർ ഇറങ്ങി. ഷാജി കുറച്ച് സർവീസ് കൂടുതലുള്ള ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമല്ല, അയാൾക്ക് വലിയൊരു സംഖ്യ വന്നു. പക്ഷേ ഇതൊക്കെ കണക്കാക്കുമ്പോ പലിശ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ആ സംഭവം കണക്കിലെടുക്കുന്നില്ല. അതായത് റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പലിശയും കൂട്ടണമല്ലോ ഫണ്ട് എന്ന് പറയുമ്പോൾ. അങ്ങനെ സംഭവമില്ല. യഥാർത്ഥത്തിൽ അടച്ച സംഖ്യ മാത്രമാണ് അവിടെ ഉള്ളത്. ആ സംഖ്യ മാത്രമേ നമ്മുടെ ഫണ്ടായി കണക്കാക്കുന്നുള്ളൂ. അതിനാണ് ഒരു 1.75% തരുന്നത്. ഒരു മാസത്തിൽ പെൻഷൻ ആയിട്ട് തരുന്നത് 1.75%. അങ്ങനെ വരുന്ന സംഖ്യക്ക് പോലും പരിധിയുണ്ട്. ആ പരിധി എന്ന് പറയുന്നത് പ്രകാരം കിട്ടുക ഈ പറഞ്ഞ സംഖ്യയാണ് 26,180 രൂപ. പിന്നെ വർധനവ് വരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു വർധനവാണ് 5% മാത്രമല്ല. അങ്ങനെയാണ് 27,589 രൂപയിൽ നിൽക്കുന്നത് ഇപ്പോ. അത് 9% ഞങ്ങൾക്ക് DA കിട്ടിയതായിരുന്നു. ആ DA പോലും നിർത്തൽ ചെയ്തു. അത് 2021 നിർത്തൽ ചെയ്തു. മിനിമം പെൻഷൻ എത്രയാണ്? മിനിമം പെൻഷൻ 4,100 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3,500 ആണ്. തൃശ്ശൂർ ജില്ലാ കേരള ബാങ്കിന്റെ അസോസിയേഷന്റെ വനിതാ വേദിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും രാജേഷ്, പിന്നെ സനോജ്, ഞാൻ ജോൺസൺ, രാമകൃഷ്ണൻ. സാറാണ്. താങ്ക് യു.